Good morning, students. Last class we discussed about the topic probability distribution. എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതെന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അപ്പോൾ അത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 1. ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഓർ expected frequency distribution. Okay, then next topic mathematical expectation or expected value. അപ്പോൾ p of x അല്ല e of x, അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ആദ്യം നോക്കാം. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1 x2 x3 etc xn with the corresponding probabilities p1 p2 p3 pn, then the operation of x defined as x1 p1 plus x2 p2 plus x3 p3 plus etc xn pn. അതായത് ഒരു റാൻഡം വേരിയബിൾ എക്സ് x1 x2 അങ്ങനെ നീണ്ടുപോകുന്ന റാൻഡം വേരിയബിൾ xn വരെ, ദെൻ അതിൻ്റെ പ്രോബിലിറ്റി p1 p2, അതായത് x1ൻ്റെത് p1 x2ൻ്റെത് p2, ആ രീതിയിൽ xn pn വരെ ഇങ്ങനെ പ്രോബിലിറ്റി. അപ്പോൾ ഒരു റാൻഡം വേരിയബിളും അതിൻ്റെ കൺസേൺ പ്രോബിലിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്, x1 p1 പ്ലസ് x2 p2 പ്ലസ് x3 p3, ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അങ്ങനെ പ്ലസ് പ്ലസ് ഇട്ട് പോകും. അപ്പോൾ അതായത് സിഗ്മ എക്സ് പി ഓഫ് എക്സ്, എക്സും പി ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ ആയിരിക്കും എന്ത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഓഫ് എക്സ്. അപ്പോൾ ഇ ഓഫ് എക്സ് കാണുന്നൊരു സിമ്പിൾ പ്രോബ്ലം അവിടെ നോക്കാം. എ ക്വസ്റ്റ്യൻ. A petrol pump proprietor sells on an average 80,000 worth of petrol on rainy days and an average of rupees 95,000 on clear days. Statistics from the meteorological department show that the probability is 0.76 for clear weather and 0.24 for rainy weather on coming Wednesday. Find the expected value of petrol sale on coming Wednesday. ഒരു പെട്രോൾ പമ്പ് പ്രൊപ്പറേറ്റർ ഒരു ആവറേജ് 80,000 റുപ്പീസിൻ്റെ പെട്രോള് റെയിനി ഡേയ്സിൽ വിൽക്കും. അതായത് മഴയുള്ള ദിവസം ഒരു ഏകദേശം 80,000 രൂപയുടെ പെട്രോൾ വിൽക്കും. ഇനി ക്ലിയർ ഡേയ്സ് ആണെങ്കിൽ, മഴയില്ലാത്ത ദിവസമാണെങ്കിൽ 95,000 റുപ്പീസിന് പെട്രോൾ വിൽക്കും. അപ്പം അങ്ങനെയാണ് ഒരു ആവറേജ് കണക്കാണിത്. പിന്നെ പറഞ്ഞതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഷോ ദാറ്റ് ദി പ്രോബിലിറ്റി ഈസ് 0.76 ഫോർ ക്ലിയർ വെതർ ആൻഡ് 0.24 ഫോർ റെയിനി വെതർ. അപ്പോൾ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം മഴ ഉണ്ടാവാനുള്ള സാധ്യത 0.24, അതായത് 24%, മഴ ഇല്ലാതിരിക്കാനുള്ള സാധ്യത 0.76 ഓർ 76% ആണെന്നാണ് പറയുന്നത്. ഏത് ദിവസം? ഓൺ കമ്മിങ് വെനസ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേ. അപ്പോൾ എത്രയായിരിക്കും ഈ പെട്രോൾ പമ്പ് ഓപ്പറേറ്ററുടെ എക്സ്പെക്റ്റഡ് സെയിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ x1 x2 x3 പറഞ്ഞു പോലെ ഇവിടെ x1 80,000 ആണ്, x2 95,000 ആണ്. പിന്നെ അതിൻ്റെ കൺസേൺഡ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് p1 p2 അല്ലേ, അതായത് 0.76ഉം 0.24 ആണ് അല്ലേ കൺസേൺ പ്രോബബിലിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ എക്സ്പെക്റ്റഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് 80,000 ആണ് റെയിനി ഡേയ്സിൽ അല്ലേ. അപ്പോൾ 80,000 ഇൻറ്റു റെയിനി ഡേയ്സിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്, 0.24, അതായത് 80,000 ഇൻറ്റു 0.24 പ്ലസ് ക്ലിയർ ഡേ ആണെങ്കിൽ 95,000 ഇൻറ്റു അതിൻ്റെ കൺസേൺ പ്രോബിലിറ്റി എത്രയാണ്, 0.76 അല്ലേ. അപ്പോൾ 95,000 ഇൻറ്റു 0.76. അപ്പോൾ 80,000 ഇൻറ്റു 0.24 പ്ലസ് 95,000 ഇൻറ്റു 0.76, അതാണ് ഇ ഓഫ് എക്സ്. അപ്പോൾ 80,000 ഇൻറ്റു 0.24 എന്ന് പറഞ്ഞാൽ 19,200ഉം അതുപോലെ തന്നെ 95,000 ഇൻറ്റു 0.76 എന്ന് പറയുന്നത് 72,200 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ റുപ്പീസ് 91,400 ആണ് കമ്മിങ് വെനസ്ഡേയിലെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെട്രോൾ സെയിൽ, റുപ്പീസ് 91,400. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വാല്യൂ കാണാൻ, ഇ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷനും അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനൊരു അഡീഷണൽ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരുന്നുണ്ട്.
അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള എന്തൊക്കെയാണ് അതിനുള്ള കണ്ടീഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ can be divided into two: discrete probability distribution and continuous probability distribution. Then discrete probability distribution again classified into two, that is binomial distribution and Poisson distribution. Continuous probability distribution classified as normal distribution. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇനി സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന 3 ചാപ്റ്റേഴ്സാണത്. അടുത്ത ചാപ്റ്റർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോയിസോൺ, ദെൻ നോർമൽ. അപ്പോൾ ഇതിനകത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഫിറ്റിങ്ങുമാണ് പഠിക്കാനുള്ളത്. ഇതിൽ പോയിസോണും അതിൻ്റെ ഫിറ്റിങ്ങും, നോർമലും അതിൻ്റെ ഫിറ്റിങ്ങും. ഇത് പരീക്ഷയ്ക്ക് സാധാരണ എസ് ആയിട്ടൊക്കെ വരുന്നതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങും പോയിസോണൊക്കെ 4 മാർക്സ് ക്വസ്റ്റനായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററിൽ അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഒരിക്കൽ കൂടി നോക്കുക. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ക്രീറ്റിൽ അഗെയിൻ ബൈനോമിയൽ ആൻഡ് പോയിസോൺ, കണ്ടിന്യൂസിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. The random variable of a probability distribution assumes specific values only. It is called discrete probability distribution. Binomial distribution and Poisson distribution are the discrete probability distribution. A random variable of a probability distribution assumes specific values only. അത് കൃത്യമായിട്ടുള്ള വാല്യൂ, റാൻഡം വേരിയബിളിന് കൃത്യമായിട്ടുള്ള വാല്യൂസ് പറയാണ്. അപ്പോൾ 0, 1, 2, 3 കൃത്യമായിട്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നമ്പറിൽ നമുക്ക് റാൻഡം വേരിയബിൾ പറയാൻ പറ്റുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് എന്ത് പറയുക, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി distribution എന്ന് പറയാം. Then continuous probability distribution. If the random variable of a probability distribution assumes any value in a given interval, then it is called continuous probability distribution. Normal distribution is a continuous probability distribution. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ 0, 1, 2, 3 അത് കറക്റ്റായിട്ട് ഡെഫിനറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇതിൽ ഡിസ്ക്രീറ്റിൽ. പക്ഷേ കണ്ടിന്യൂസിൽ അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പം 1 to 100 എന്ന് പറയുകയാണ്. 1 to 100 എന്ന് പറയുമ്പോൾ അതിൽ 1.1 മുതൽ 99.9 വരെയുള്ള വാല്യൂസ് വരും. അതായത് ഒരു ഇൻ്റർവെൽ തന്നിട്ട് അതിനിടയിലുള്ള ഏത് വാല്യൂ ആവാം. അതിൽ ഫ്രാക്ഷൻസ് ഉണ്ടാവാം, ഡെഫിനിറ്റ് നമ്പർ ഉണ്ടാവാം, അതങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന വാല്യൂസാണ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ വരുമ്പോൾ അത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കും റാൻഡം വേരിയബിൾ. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കും. കണ്ടിന്യൂസ് ആകുമ്പോൾ ഒരു ഗിവൺ ഇൻ്റർവെലിനിടയിൽ, അപ്പോൾ അതിൽ ചിലപ്പോൾ 0.1, 0.2 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരാം. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന വാല്യൂസ് ആയിരിക്കും. ഒരു ഇൻ്റർവെലിനുള്ളിൽ കൃത്യമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ അത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിയിലെ ബൈനോമിയൽ ആൻഡ് പോയിസോൺ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനുശേഷം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ദെൻ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഇനി സബ്സീക്വൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. ദർ ആർ 2 ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രീറ്റ് ആൻഡ് continuous probability distribution ആണ്. Discrete again classified into 2, binomial and Poisson distribution. Continuous classified as normal distribution. Okay, അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് നമ്പർ ആണ്, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗിവൺ ഇൻ്റർവെല്ലിൽ വരുന്ന വാല്യൂസ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.